ഇന്ന് മധുരം ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നല്ല മധുരമുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്, ബനാന കാരമൽ മിൽക്ക് പുഡിങ് റെസിപ്പി. അപ്പോൾ ഈ ഒരു അടിപൊളി സ്വീറ്റായിട്ടുള്ള പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകരുത്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അതൊന്ന് നന്നായിട്ട് എല്ലാം ഒന്നൊരു നേരിയൊരു ബ്രൗൺ കളറാകുമ്പോൾ അതിലൊരു കുറഞ്ഞതൊരു 60 മില്ലി 70 മില്ലി വെള്ളമോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു കട്ട പിടിച്ച പോലെ തോന്നും, അത് വലിയ കാര്യമാക്കണ്ട, അത് മെൽറ്റായി വന്നോളും. ഇതിവിടുന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്, നല്ലതുപോലെ പഴുത്ത പഴം ഉണ്ടോ. അതുകൊണ്ട് തന്നെ ഇതിവിടെ ആരും കഴിക്കൂല. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളും. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കിയതിന് ശേഷം ഈ പഞ്ചസാര കാരമലൈസ് ചെയ്ത ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, പഴമൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരണ്ട, ഉടച്ചെടുക്കരുത്. അതിലൊക്കെ ഒന്ന് കവറായി വരുന്നത് വരെ വെക്കാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തു. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. 1 കപ്പ് മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായത് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 3-4 ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് അതൊന്ന് പാലിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് പാലൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു വിസ്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. നന്നായിട്ട് കുറുകിയിട്ടില്ല, ആവശ്യത്തിന് ഒരു മെൽറ്റഡ് പുഡിങ്ങാണ്. ഇത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള പുഡിങ്ങാണ്. അതൊന്ന് ചൂടാറുന്നതിന് മുമ്പ് ഒരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ബനാന കാരമലൈസ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഭംഗിയിൽ ഇട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ അത് കറക്റ്റായിട്ട് ഭംഗിയിലേക്ക് വന്നില്ല. എന്നിട്ടൊന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. കൂടുതൽ തണുപ്പ് വേണ്ട, അത്യാവശ്യം തണുപ്പ് മതി, എന്നാൽ ഇതൊരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ആ കാരമലൈസ്, ആ ബനാനയും ആ ഒരു ഇതൊക്കെ വരുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.